എങ്ങനെയുണ്ട് വർഗീസ്ഥാൻ? എങ്ങനെയുണ്ട്? കാല് പ്ലാസ്റ്റർ ചുറ്റിങ്ങനെ കിടക്കുക. എന്നായിരുന്നു സംഭവം? ഡിസംബർ 4-ാം തീയതി. എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇല്ലയോ? എഴുന്നേക്കാൻ പറ്റത്തില്ല. ഒന്നിച്ച് അവിടോട്ട് ഇരുത്തി ഞങ്ങൾ അങ്ങനെ 3 മാസം ഇരിക്കണം. ഇരുന്ന് കഴിഞ്ഞിട്ട് എക്സ്റേ എടുക്കും കൊണ്ടുപോയിട്ട്. അത് കഴിഞ്ഞേച്ച് ഇത് എടുക്കത്തുള്ളൂ എന്ന് തോന്നുന്നു. അതിനെപ്പറ്റി അറിയത്തില്ല. അങ്ങോട്ട് പേര് കാണാം. ആയിക്കോട്ടെ. ഇതിപ്പോൾ 1 മാസം ആയല്ലോ അല്ലേ? 1 മാസം കഴിഞ്ഞു. ഡിസംബർ 4-ാം തീയതി. എന്താന്ന് പറ്റിയത്? എല്ലാ ദിവസവും ഞാൻ 10:30-ക്കാണ് കിടക്കുന്നത്. അപ്പം അന്ന് എല്ലാവരും നേരത്തെ കിടന്ന് വാങ്ങി. ഞാൻ മൂത്രമൊഴിച്ചിട്ട് വന്ന് കിടക്കുന്ന പതിവ്. അങ്ങനെ ഇറങ്ങിയതാണ്. പട്ടി വരയ്ക്കുന്ന കേട്ടുകൊണ്ട് ഇറങ്ങി ടോർച്ച് എടുത്ത് വെളിയിലോട്ട് ഇറങ്ങി. അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ പന്നി കൂട്ടമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് നിന്നു. പക്ഷേ സൈഡിൽ നിന്ന് ഒരെണ്ണം വന്ന് കാലിട്ട് ഇടിക്കുകയായിരുന്നു. സൈഡിൽ നിന്നുകൊണ്ട് കണ്ടില്ല. വീണ് പോയില്ലേ? ഞാൻ ആ ഇടിയോടെ വീണ് പോയി. വീണിട്ട് പിന്നെ എണീക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ടൊന്ന് നോക്കി, കാല് കുത്തിയപ്പം നിൽക്കാൻ വയ്യ. അപ്പം തന്നെ താഴെ തന്നെ കിടന്നു. 10 മിനിറ്റോളം അവിടെ കിടന്നു. പിന്നെ എങ്ങനെ വീട്ടിലുള്ളതൊക്കെ? പിന്നെ വീട്ടിലെ വിളിച്ചിട്ടൊന്നും ആരും കേട്ടില്ല. എല്ലാവരും ഉറക്കമായിരുന്നല്ലോ. പിന്നെ ഞാൻ കൈ രണ്ടും കുത്തി വലിഞ്ഞ് വന്ന് ഈ ഇപ്പുറത്തെ സൈഡിൽ വന്ന് ഒരു കമ്പ് കൊണ്ട് ജനലിന് കുട്ടിയാണ് രോണുന്നത്. ഇതിപ്പം എത്ര നാൾ ഇടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് പ്ലാസ്റ്റർ 3 മാസം എന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. 1 മാസം കഴിഞ്ഞു. 1 മാസം. പ്ലാസ്റ്റർ ഇട്ടിട്ട് 11-ാം തീയതി 1 മാസമാവും. ഇനിയിപ്പം അത് കഴിഞ്ഞ് 19-ാം തീയതി ചെല്ലാൻ പറഞ്ഞായിരുന്നു. 19-ാം തീയതി പോയി കണ്ടു, കുഴപ്പമില്ല. ഇനി ഫെബ്രുവരി 27-ാം തീയതിയാണ് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്ലാസ്റ്റർ എടുത്തിട്ട് 3 മാസം ഫിസിയോതെറാപ്പിയാണ്. അപ്പോൾ ആ റെജി ഡോക്ടർ കണ്ടിട്ട്, ഡോക്ടർ എനിക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ പണിയാണ്. അപ്പം ഇരുന്നും നിന്നും ഏണിയൊക്കെ കയറിയൊക്കെ പണിയാണ്. അപ്പോൾ സ്റ്റീലിട്ട് കഴിഞ്ഞാൽ അത് സ്ലിപ്പാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെ അത് ബുദ്ധിമുട്ട് വരും. അപ്പം അത് പിന്നെ സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ അത് എടുത്ത് കളയാൻ, പിന്നെ ഓപ്പറേഷൻ ചെയ്യണം, പിന്നെ റെസ്റ്റ് എടുക്കണം. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഞാൻ സ്റ്റീലിടുന്നില്ല, പ്ലാസ്റ്റർ ഇടുന്നുള്ളൂ. അത് പക്ഷേ ഞാൻ പറയുന്ന പോലെ കാലനക്കാതെ ബെഡിൽ തന്നെ ഇരിക്കണം. എന്ന് വെച്ചാൽ ഒരു 85% മുട്ടുമടക്കാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. കുളി എങ്ങനെയുള്ള കാര്യമൊന്നും നടക്കില്ല. തുടക്കുകയുള്ളൂ. വെള്ളത്തിൽ നോക്കി തുടക്കി. അതിനുശേഷം ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ? ദിവസവും വരുന്നുണ്ട്. നമ്മുടെ വരുമാനമൊക്കെ നിലച്ചൊരു അവസ്ഥയാണ് അല്ലേ? പുറമറ്റത്ത് മാത്രമല്ല, നമ്മുടെ നാട്ടിലാകെ കാട്ടുപന്നികളാണ്. വീടിൻ്റെ തൊട്ടടുത്ത് രാത്രി എത്തിയ കുട്ടികളടക്കമുള്ള കാട്ടുപന്നികളെ തുരത്താനുള്ള ശ്രമത്തിനിടെയാണ് വർഗീസുമ്മൻ ചേട്ടന് കാട്ടുപന്നിയുടെ ഇടിയേറ്റത്. പരിപൂർണമായി കിടപ്പിലായിരിക്കുകയാണ്. ഇതോടുകൂടി കുടുംബത്തിനുള്ള ഏക വരുമാന മാർഗം കൂടി അടഞ്ഞിരിക്കുകയാണ്. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.